സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചിട്ട് 6 മാസമായെങ്കിലും റിപ്പോർട്ട് സമർപ്പിക്കാതെ കമ്മീഷൻ. നിശ്ചിത സമയത്ത് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിൽ സർക്കാരിന് ഇതേക്കുറിച്ച് പഠിച്ച് തക്കതായ തീരുമാനമെടുക്കാമായിരുന്നു എന്ന വിമർശനമാണ് നിലവിൽ സർവീസ് സംഘടനകളും ജീവനക്കാരും ഉയർത്തുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. എന്നിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കുകയാണ് കമ്മീഷൻ. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയിയെ അധ്യക്ഷനാക്കി 2026 ഫെബ്രുവരിയിലായിരുന്നു കഴിഞ്ഞ LDF സർക്കാർ കമ്മീഷനെ നിയമിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കമ്മീഷന് 3 മാസത്തെ പ്രാഥമിക കാലാവധി നിശ്ചയിച്ച് നൽകിയത്. ഫെബ്രുവരി 23 നിലവിൽ വന്ന കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ മാർച്ച് 5 നിശ്ചയിക്കുകയും മെയ് അവസാനത്തോടെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുകയും ചെയ്തിരുന്നു. കമ്മീഷൻ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. നിശ്ചിത സമയത്ത് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിൽ സർക്കാരിന് ഇതേക്കുറിച്ച് പഠിച്ച് തക്കതായ തീരുമാനമെടുക്കാമായിരുന്നു എന്ന വിമർശനമാണ് നിലവിൽ സർവീസ് സംഘടനകളും ജീവനക്കാരുമൊക്കെ ഉയർത്തുന്നത്. പ്രവർത്തനം പൂർത്തിയാകാൻ 6 മാസം കൂടി അനുവദിക്കണമെന്ന് കമ്മീഷൻ മുൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മെയ് 18 പുതിയ UDF സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് കമ്മീഷൻ പുതിയ ഭരണ നേതൃത്വവുമായി ഔദ്യോഗിക ആശയവിനിമയം നടത്തിയിട്ടില്ല. കമ്മീഷന്റെ പ്രവർത്തനം തുടരണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇതുവരെയും അന്തിമ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. കമ്മീഷൻ അധ്യക്ഷനും അംഗങ്ങൾക്കും പുറമെ അഡീഷണൽ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും ഉൾപ്പെടെ 14 ജീവനക്കാരെയാണ് കമ്മീഷൻ ഓഫീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചിരുന്നത്. കാലാവധി അവസാനിച്ചതോടെ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ VP ജോയിയും മറ്റ് അംഗങ്ങളും ഇപ്പോൾ ഓഫീസിലേക്ക് വരാറില്ല. എന്നാൽ ഓഫീസിലുള്ള ജീവനക്കാരെ മാതൃവകുപ്പുകളിലേക്ക് തിരിച്ചു വിളിക്കുകയോ മറ്റു ചുമതലകൾ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ ഇവർ ദിവസം ഓഫീസിലെത്തി പണിയൊന്നുമില്ലാതെ മടങ്ങുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ ജീവനക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കഴിഞ്ഞ സർക്കാർ 12ാം ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചിരുന്നത്. 11ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ 2021 ഏപ്രിലായിരുന്നു സർക്കാർ അംഗീകരിച്ചത്. 2019 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.